എല്ലാരും പോയാല് എല്ലാം വെള്ളത്തിൽ പോകും. ഇങ്ങോട്ട് കയറിയ കാട് എങ്ങോട്ട് പോകണം. പിന്നെ ഞങ്ങള് ലാസ്റ്റ് ദൈവത്തിനെ വിളിച്ച് ഇറങ്ങി. ഞാനും മോളുണ്ടായിരുന്നു അവിടെ. അപ്പൊ എല്ലാരും ചളിയിൽ ഇത്രയ്ക്കൊക്കെ താന്നു പോവുകയാണ്. ഇത് ഫസ്റ്റിൽ വന്നവര് നമ്മളെ വീടൊക്കെ പോകാതെ അങ്ങനെ വെക്കായിരുന്നു. ദൈവം നമ്മളതിൻ്റെ ഉള്ളിൽ ഇറക്കാനുള്ള ഒരിതുണ്ടായി. അങ്ങനെ ഇറങ്ങി അടുത്ത വീട്ടില് ഒരു സംസുക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ടായി. അവര് അച്ഛാമ്മന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതിന്റെ ഒച്ചൊണ്ടൊന്നും കേൾക്കില്ലല്ലേ? പെരുമഴ ഉണ്ടായിരുന്നില്ലേ? ഞാനും മോളും ഒക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് അവരുടെ വീട്ടില് മതില് ചാടി ഞങ്ങൾ കേറിയിട്ട് നമ്മളവിടെ 10 മിനിറ്റ് നിന്നപ്പോ നമ്മളോട് ആരോ പറയുന്ന പോലെ ഇവിടെ നിക്കണ്ട, വേറെ ഇവിടുന്ന് നേരെ നിങ്ങൾ അവിടെ നിന്നിരുന്നെങ്കിൽ. രണ്ടാമത്തേന് ഞങ്ങള് മുകളിലൊരു കാപ്പിക്കാട്ടിലൊരു വീടുണ്ട്. അവർക്ക് സോളാറുണ്ട്. ആ ഒരു വെളിച്ചത്തിലെല്ലാം കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ താഴെ ഭാഗത്തിലുള്ളവരൊക്കെ 15 പേര് 20 പേരൊക്കെ കൂടിയിട്ട് നമ്മൾ മുകളിലോട്ട് ഓടി. രാത്രി എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ അവിടുന്ന് ആദ്യം കരച്ചില കേട്ടു. എനിക്ക് ഫോൺ രാത്രി 2:30 മണിക്ക് കിട്ടി. വീട്ടുകാരിലെ ശരിക്കും വീട്ടുകാരിലെ എൻ്റെ അവിടെ നമ്മുടെ SOSന്റെ ആൾക്കാരുണ്ട് അവിടെ. അപ്പം ഒരു ഫോൺ ചെയ്യുമ്പോൾ അവിടുന്ന് കരച്ചിലാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞ് നമ്മൾ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരാൻ ഇവിടേക്ക് ആരും വരരുത്. കാരണം ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ പരിചയമുള്ള ഞങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ആരും ഇങ്ങോട്ട് വരരുത്, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടാണ് പോകാൻ പറ്റില്ലായിരുന്നത്. പിന്നെ പോയാലും കഴിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മളെ കണ്ടതിനേക്കാളൊക്കെ ഒരു ഭയങ്കര ഭീകരതയായിരുന്നു. അന്നൊക്കെ എന്നാൽ ചുരമല ടൗൺ മൊത്തം ചെളി വന്ന് നിറഞ്ഞിട്ട് 2 ടൗണില്ല. അതായത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ ടൗൺ ഇല്ല. അത് പണ്ടൊരാൾ ഇങ്ങനെ ഓളം തട്ടി എടുത്തുകൊണ്ടതാണ് പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന മാതിരിയാണ് മുണ്ടക്കൈ ടൗൺ. ഒരു 35 വീടും 38 വീടും 38 വീടും ആ ടൗണും കൂടെ പോയിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിലാണ് മറ്റേ കല്ലുണ്ടത്, വലിയ പള്ളിൻ്റെ മുമ്പിൽ കല്ലിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രതിയെ കാണിക്കുന്നത് ആ കല്ല് അവിടെ പോയിരുന്നത് ഈ ഓളമിട്ടല്ല. ഞാനവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞേക്ക് എനിക്ക് അവിടെ വരാൻ പറ്റി. ഞങ്ങളവിടെ കുറച്ച് പേര് വന്നിരുന്നു അന്നവിടെ. അന്നവിടെ മേലക്കൊക്കെ പോയി. എന്താ കംപ്ലീറ്റ് പാറക്കെട്ട്. നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്ന? 3 പേരുണ്ടായിരുന്നു. അപ്പൊ 3 പേര് മോള് വലിച്ചു കയറ്റിയതുകൊണ്ട് നിങ്ങൾ അപ്പൊ ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ടാണ് അവളവിടെ വന്നത്. സന്ധ്യയായി, നല്ല മഴയല്ലേ. അപ്പൊ വന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേഗം മോളെ കഴിക്ക്. എന്നിട്ട് ഈ മെഴുതിരി വെട്ടത്തിൽ ഞങ്ങൾ വേഗം കഴിച്ച് എല്ലാരും നേരത്തെ കിടന്ന് പുറത്തിറങ്ങാൻ പറ്റും. ഇവിടെ അതിന് മുമ്പൊന്നും അവിടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? അടുത്ത മാസം നമ്പർ കിട്ടിയോ? ഓ നമ്പറൊക്കെ പട്ടയം എല്ലാം കിട്ടി. അന്നിപ്പോ അമ്മ അന്ന് അവിടെ അടുപ്പിച്ച് തലേദിവസമൊക്കെ മഴ ഉണ്ടായിരുന്നോ? 2-3 ദിവസം മഴ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾക്ക് മഴ വന്നാൽ എല്ലാ പേടിയാണല്ലേ? ഞങ്ങളോട് പറയും നിങ്ങൾ ഈ പുഴ സൈഡിലുള്ളവരൊക്കെ മാറി. പക്ഷെ എന്ത് വെള്ളം വന്നാലും നമ്മളവിടത്തേക്കൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. നിങ്ങളിത് ഇതിന്റെ പുഴന്റെ അങ്ങേ ഭാഗത്താണ്? ആ പള്ളിന്റെ ഒക്കെ ഭാഗത്ത് പുഴന്റെ അങ്ങേ സൈഡല്ലേ? പട്ടയം കിട്ടിയിട്ടുണ്ടല്ലോ. ചൂരമല ടൗണില് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്ത് കൂടെ മേലോട്ട് റോഡ് പട്ടയം കിട്ടിയതാണ്. ശരിക്കും വെള്ളാർമല സ്കൂളുള്ളതുകൊണ്ടാണ് ചൂരമല ടൗൺ രക്ഷപ്പെട്ടത്. ആ സ്കൂളിന്റെ അവിടെ തടഞ്ഞു. പുതിയ ബിൽഡിംഗ് ഇല്ല സാറേ, ആ പുതിയ ബിൽഡിംഗ് തടഞ്ഞത് കൊണ്ടതാണ് ഇപ്പൊ ഇത് ഓപ്പൺ ആയതാണത്. പഴയ ബിൽഡിങ്ങിലൊക്കെ പോയി അതങ്ങോട്ട് അടിച്ച് കുത്തി കയറി വരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരും. അതിന്റെ ഇപ്പുറത്തൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് പോയി. അവിടെ ഒരു മരം മാത്രം, ആൽമരം മാത്രം നിൽക്കുന്നുണ്ട്. ബാക്കി ആല് മാത്രം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്.
അതിന് വന്നാൽ എന്തായാലും താക്കോല് കൈമാറിയില്ല. താക്കോൽ കൈമാറിയില്ല. പണി കഴിയാത്തതുകൊണ്ട് എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. റേഷൻ കാർഡും റേഷൻ കാർഡ്, ബാക്കിയല്ല. പട്ടയം, ആധാരം എല്ലാം ഉണ്ട്. എന്തായാലും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ രക്ഷത്തില്ല. ഏതായാലും അവരെ സംബന്ധിച്ച് സ്പൂണ് പോലും, ഒരു വീട്ടിലൊരു സ്പൂണുണ്ടല്ലോ, അതുപോലും. അപ്പൊ ഞാൻ സത്യത്തില് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ്. ഇവരെന്നോട് പറയണേ, ഇവര് നമ്മളൊരു ടീം പറഞ്ഞു മിക്സി ഇല്ല. അപ്പൊ നമ്മൾ അന്ന് വിചാരിച്ചു ഇവർക്ക് കുടിക്കാനെന്ന് കിട്ടണമല്ലോ, ഒരു മിക്സിയൊക്കെ നമ്മൾ ചോദിക്കുന്നത്. പിന്നീടാണ് അതിന്റെ ഗൗരവം മനസ്സിലായി. കാരണം ഞാൻ ചോദിച്ചു ഇപ്പൊ ഒരു മിക്സിന്റെ ആവശ്യമില്ല, ഈ കറി വെക്കണ്ട, ഒരു അമ്മിയുണ്ടോ ഇപ്പൊ എവിടെയെങ്കിലും? ഒന്നുമില്ല, ശൂന്യം. അതെ. അപ്പൊ നമ്മൾ ഇത്തിരി കറി വെക്കണ്ട, അതുകൊണ്ട് ഒരു മിക്സിയുടെ ആവശ്യം വലിയൊരു ഉപകാരമാണ്. അന്ന് 5 മിക്സി എനിക്കവിടെ കൊടുക്കാൻ വേണ്ടി 5 വീട്ടിൽ 5 മിക്സി കൊടുക്കാൻ വേണ്ടി. ഞാൻ പേരെന്തായാലും ഞാൻ അച്ഛന്ന് വിളിക്കുന്നോണ്ട് ശരിക്കും തമിഴ്നാടാണല്ലേ? ആ, തമിഴ്നാടാണ്. ഞാൻ അവിടുത്തെ എസ്റ്റേറ്റ് ജോലിക്ക് വേണ്ടി വന്നതാണ്. എസ്റ്റേറ്റിൽ അവിടെ പ്രീ ടെക്നിക്കൽ കോഴ്സ് പഠിച്ചതാണ്. ഡിപ്ലോമ കോഴ്സ് ഫസ്റ്റ് ഇയർ തിയറി മാത്രം പഠിച്ചതാണ്, പ്രാക്ടിക്കലിൽ പോയിട്ടില്ല. അപ്പോൾ ആ സമയം പിന്നെ അച്ഛനമ്മയും മരണപ്പെട്ടതുകൊണ്ട് നോക്കാൻ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടതാണ്. പിന്നെ ഒരു ഡോക്ടറിനെ കൊണ്ടുവന്ന് ജോലിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കല്യാണം കഴിച്ച് അങ്ങനെയാണ്. പിന്നെ തിരുച്ചിറാപ്പള്ളി ആ ഭാഗത്താണ്. GPD-യിലാണ് നമ്മൾ എന്റെ മോളേക്ക് തലേന്ന് രാത്രി ഞായറാഴ്ച ഗവൺമെൻറ് അവിടെ നിർബന്ധപൂർവ്വം മാറ്റിയതാ എന്റെ വീട്ടിന്റെ. പൈസ തരുന്നുണ്ട്. നമ്മളവിടെ പോയി താമസിക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ജോലിക്ക് നമുക്ക് പോകാം. തൊഴിലുറപ്പുണ്ടാവും, കാപ്പി വരയ്ക്കാനും ജോലിക്കൊക്കെ നമ്മൾ മാസം വർഷത്തിൽ ഒരു 100 പണിയുണ്ട്. ഇപ്പൊ നിലവിൽ സർക്കാരിന് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സർക്കാർ ഇപ്പം കൊടുക്കാൻ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഒരു 300 രൂപ ചെറിയ വർഷത്തെ വർഷം അല്ലേ? അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ എത്ര കിട്ടും നിങ്ങൾക്ക് പൈസ? 18 രൂപ കിട്ടും. 18,000. ഇനി വല്ല വാങ്ങിച്ചു വരില്ല. ഇപ്പൊ ഇവിടെ ഒന്നുമില്ല, നമ്മ ഒന്നുമില്ല. വെള്ളം കുടിച്ചു, ഞങ്ങൾ കുടിച്ചു. ഇപ്പോൾ കുടിച്ചോളൂ. ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ഇനി ആ പൈസ കിട്ടാൻ വേണ്ട ഒന്നും വേണ്ട കേട്ടോ, മോളൊന്നും വേണ്ട. ഞാൻ സലീംക്ക വെറുതെ പറഞ്ഞ ഒന്നും വേണ്ട. സലീംക്ക നിങ്ങൾ വരുന്ന ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് സസ്പെൻസ് ഉണ്ടാന്ന് പറയുന്നു. നിങ്ങൾ വരുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ആൾക്കാരും കൂടി വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഒരു വാങ്ങി വെച്ചാണ് നേരത്തെ. ഞാൻ ഇതെല്ലാം ഒന്നും മിണ്ടാതിരുന്ന ഇവരെ കണ്ടപ്പോൾ ഇവരൊക്കെ ഞെട്ടിപ്പോയി നമ്മൾ ശിവേട്ടനെ കണ്ടപ്പോഴേ. കാരണം ശിവേട്ടനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളവിടെ കണ്ടപ്പോഴേ. ഞാൻ പറഞ്ഞില്ല അവരോടൊന്നും ഇങ്ങനെ വരും. കുറച്ച് ആൾക്കാർ അല്ല മധുരം കുഴപ്പമില്ല. ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായില്ല. വീട് വെച്ച് അവര് പോയി. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പോകുന്നവര് ഇവിടെ കിടന്നു. അവിടെ താമസം അതൊരു ഉപകാരമായി. എല്ലാം പോയില്ലേ? അതും കിട്ടിയില്ലല്ലേ സൈന? നമ്മളന്ന് വന്നപ്പോ അതും ഇല്ലല്ലേ? ഒന്നുമില്ലായിരുന്നു അല്ലേ? സലീംക്കാണ് ക്ലാസ് കൊണ്ട് തന്നത് വെള്ളം കുടിക്കാൻ. സലീംക്കാണ് വെള്ളം കുടിച്ചല്ലേ? സലീംക്കാക്ക് കുപ്പി ക്ലാസ്സില് ചായ വേണം. സലീംക്കാക്ക് സങ്കടമായി പോയി. ക്ലാസ്സിൽ വെള്ളം കുടിച്ച് ഇക്കാണെയാണ് കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ അവിടെ തന്നത്. ഞങ്ങൾ പിന്നെ ഊരിക്ക് ഷുഗറിലായിട്ട് ഞങ്ങള് കൗൺസിലിംഗ് കൊണ്ട് പാടുവിട്ടു കുറച്ച്. അതാണ് അടുവിട്ടെന്ന് പറയാമല്ലോ. ഇപ്പൊ എന്നാലും വരുവര് മാസം അവര് വരുന്നുണ്ട്. അല്ല അതെ, നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക. നമുക്ക് അവരോട് പോരാൻ കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിനെ വെള്ളം നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കിട്ടിയപ്പോഴും വെള്ളമായിരുന്നു. വെള്ളത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നമുക്ക് വെള്ളം പോവാന്നിട്ട് അങ്ങനെ അവിടെ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് കൂടി ഞങ്ങൾ അങ്ങനെ കഴിയുന്നവരാ. ഒരാളും പട്ടിണി കിടക്കൂല. അവർക്ക് അവിടെ ഇത്രയും നല്ല ആൾക്കാരായിരുന്നു. ഇവർ ടൗൺഷിപ്പ് വരാൻ തന്നെ പ്രധാന കാരണം വെച്ചാൽ അവർക്ക് ആർക്കും വേറെ വേണ്ട, ഒന്നിച്ച് മതി എന്നുള്ളത് അവരാവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് സർക്കാർ ടൗൺഷിപ്പായി കൊടുത്തത്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ
സ്കൂളിൽ ചെന്നപ്പോഴേ അവിടുന്ന് പറയണ്ടായി അന്ന് ആ സമയത്ത് കുറേ കുട്ടികൾ പല സ്കൂളുകളിലായിരുന്നു ഇത്രേ. പിന്നെ ഈ കുട്ടികളൊക്കെ ആവശ്യപ്പെട്ടിട്ട് എല്ലാവരും കൂടി ഈ ഒരു സ്കൂളിലേക്ക് പിന്നെ വന്നതാണ്. ഈ കുട്ടികൾ പല സ്കൂളിൽ പോയിട്ടും പിന്നെ അവർ ആവശ്യപ്പെട്ടു ഇത്രേ ഞങ്ങൾക്ക് ഒരിടത്ത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ സ്കൂളിൽ വന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് മറ്റേ അബ്ദുൽ മുനീർ സാറ് പറഞ്ഞില്ലേ. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത്. വീട് സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടത് അല്ല എന്താ പറയുക ഒരേ രീതിയിൽ ദുരന്തം അനുഭവിച്ചവര്. എല്ലാരും ഒരുമിച്ച് തന്നെയല്ലേ ഇപ്പൊ? 178 വീട് ഞങ്ങൾ പിന്നെ തൊട്ട വീട് നംസ്. അത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു? 178 വീട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 178 വീട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നല്ല അല്ല, നമ്മളൊന്നും ഇഷ്ടംപോലെ വീട്. അപ്പൊ ഇവിടെ ഇവര് എത്ര വീടുണ്ട് മൊത്തം? നമ്മളെ ഈ ഏരിയയിലോ? എത്ര വീട് നിങ്ങളെ ഭാഗത്ത് നമ്മളെ ഏത് പച്ചാമ വീട് ആ ഭാഗത്ത് തന്നെ പോയിട്ട് ടൗൺഷിപ്പില് ആ പോയ വീടുകളിൽ 300 വീടുകൾ 310 വീടാണ് പുറത്താക്കുന്നത്. 410 വീട് 410 വീട് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് അറിയാത്ത കുറേ ആൾക്കാർ പോയിട്ടില്ലേ, കുറേ മറ്റേ ഹിന്ദിക്കാർ ബംഗാളികളും ഹിന്ദിക്കാരും ഒക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ ഒന്നും ഒരു കണക്കുമില്ല. ഇവര് നിൽക്കുന്ന ഒരു ഏരിയയിൽ 116 മറ്റേ വീടുണ്ടായിരുന്നു ഒരു ഏരിയയിൽ. അതിലൊറ്റ വീട് പോലും ബാക്കിയില്ല. അല്ല അതേ സലീംഖാൻ അറിയോ, അവിടെ താമസിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അവിടെ ഈ വന്നു പോകുന്ന ഈ ഹിന്ദിക്കാരുണ്ട്, നോർത്ത് ഇന്ത്യൻസ്, അവരെ പറ്റി രേഖ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. പാടിയിൽ കുറെ ആൾക്കാർ, പോലീസുകാര് കുറെ ആൾക്കാരുണ്ട്. അവരെ പറ്റി ഇതൊക്കെ കിട്ടിയെന്നാണ് എല്ലാവരും. എണ്ണൊന്നും ആർക്കും അറിയില്ലല്ലോ, അവരെ വീട്ടുകാർക്ക് പോലും അറിയണ്ടാവില്ല. അങ്ങനെ എത്ര പേര്. അപ്പൊ അമ്മ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്താണെന്നറിയോ, നമ്മൾ ദുരന്തം വന്നാലും ദൈവം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയില്ലേ. അപ്പൊ ആ ഒരു ഇത് മനോധൈര്യം കൊടുക്കുക. നമുക്കൊക്കെ ഇത് നിങ്ങളെ ഞങ്ങൾക്ക് ഇതൊരു അറിവാണ്, നിങ്ങളെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യം. പിന്നെ ഇതിലിപ്പോൾ എന്താണെന്നറിയോ, നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്, ഞങ്ങൾ പറയും മറ്റേ നന്മയും തിന്മയും ദൈവം തരുന്ന. നന്മയെയും നമ്മൾ സ്വീകരിക്കണം, നമുക്ക് വരുന്ന ദോഷത്തെയും നമ്മൾ സ്വീകരിക്കണം. രണ്ടും നമ്മൾ ഒരേപോലെ കൈനീട്ടി വാങ്ങണം എന്നാണ് നമ്മൾ പറയണത്. അപ്പൊ ആ ഒരു ധൈര്യം മനസ്സിന് കൊടുത്താലേ. പ്രതിസന്ധിക്ക് ശേഷം ഒരു എളുപ്പമുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പോ നല്ലൊരു പ്രീമിയം ലെവൽ. എന്തായാലും ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് സംസാരിക്കാൻ തന്നെ ഒരു അവസരം കിട്ടിയത് ദൈവത്തിന്റെ ഭാഗ്യല്ലേ. അതാ പറയണ. അപ്പൊ അന്നത്തെ മാനസിക നില തെറ്റിപ്പോവും. ഫോണൊക്കെ പോയിരുന്നു. ഞാൻ വിളിച്ചു